ഹലോ, ഇന്ന് ഉണ്ടാക്കുന്നത് പാവയ്ക്ക കറി ആട്ടോ. തേങ്ങയൊന്നും വറുത്തരയ്ക്കാതെ തന്നെ വറുത്തരച്ച കറിയുടെ അതേ ടേസ്റ്റിൽ ഒട്ടും തന്നെ കയ്പില്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പാവയ്ക്ക കറിയാണിത്. വളരെ എളുപ്പത്തിലും നല്ല രുചിയോടും കൂടി നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു കറി മാത്രം മതി കേട്ടോ നമുക്ക് ചോറ് കഴിക്കാനായിട്ട്. അപ്പൊ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വലിയ പാവയ്ക്ക എടുക്കുന്നുണ്ട് കേട്ടോ. അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പൊ അതിനായിട്ട് കുക്കറിലേക്ക് പാവയ്ക്ക ഇട്ടിട്ട് അതിന്റെ കൂടെ തന്നെ 2 പച്ചമുളക് ഇടുന്നുണ്ട്. പച്ചമുളക് എരിവനുസരിച്ച് ഇട്ട് കൊടുക്കാവേ. അതുപോലെ ഒരു സവാള, ഒരു മീഡിയം സവാളയുടെ പകുതിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളം, ഒരു 1/4 ഗ്ലാസോളം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് 2 വിസിൽ അടിച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി ഇത് വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴേക്കും ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് സവാള, നമ്മൾ നേരത്തെ ഒരു പകുതി സവാള എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ബാക്കി പകുതിയും കൂടി ഇപ്പൊ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുകൂടെ നന്നായിട്ടൊന്ന് സവാള നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരണം. അപ്പോൾ ഒരു 2 മിനിറ്റ് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. തക്കാളി ഇത് വലുതായത് കൊണ്ടാണ് ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. ചെറുതാണെങ്കിൽ 2 എടുത്തോളൂ കേട്ടോ. പിന്നെ നമ്മൾ സവാള നന്നായിട്ടൊന്ന് മൊരിയണം കേട്ടോ. എന്നിട്ട് വേണം തക്കാളി ചേർത്ത് കൊടുക്കാനായിട്ട്. തക്കാളി ചേർത്തതിന് ശേഷം മൂടി വെച്ചിട്ട് ഒന്ന് അത് വേവിച്ചെടുക്കാം. തക്കാളിയും വെന്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതൊന്ന് വഴറ്റിയതിന് ശേഷമാണ് ഇപ്പൊ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തത്. മല്ലിപ്പൊടി 2 സ്പൂൺ, അതായത് ടേബിൾ സ്പൂൺ ആണ് എടുത്തത്. 2 ടേബിൾ സ്പൂൺ നിറയെ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. 1 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം എരിവിന് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി പൊടികളെല്ലാം കൂടി ഒരു 2 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് വഴച്ചെടുക്കണം കേട്ടോ. കരിഞ്ഞു പോകരുത് പൊടികളൊന്നും. ഒന്നും മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ടായിരുന്നു. അതൊരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുള്ള കേട്ടോ. ആ പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ആ പുളിവെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരണം. തിളച്ച് വരുന്ന ടൈമിൽ ഒരു ചെറിയ പീസ് ശർക്കര, മധുരത്തിന് വേണ്ടി ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടി നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ആ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പാവയ്ക്ക ചേർത്ത് കൊടുക്കാം കേട്ടോ. പാവയ്ക്കയിൽ സവാള ഇട്ട് വേവിക്കുന്നത് എന്തിനാണെന്നറിയോ? അപ്പൊ നമുക്ക് ആ കയ്പ്പ് ഒരുപാട് ഉണ്ടാവില്ല കേട്ടോ കറിക്ക്. അതിനു വേണ്ടിയാണ് പാവയ്ക്കയിൽ സവാള ഇട്ട് വേവിച്ചെടുത്തത്. ഇനി അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് മൂടി വെച്ച് ആ എണ്ണ തെളിയും വരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അതിന്റെ ഇടയ്ക്ക് നമ്മൾ ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ കായപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം 3 മിനിറ്റിന് ശേഷം നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു പാവയ്ക്ക കറിയുടെ റെസിപ്പിയാണിത്. അപ്പൊ എല്ലാവരും ഇത് മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ ചാനൽ കാണുന്നവരെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക്